ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ ഇയ്യോബിനെക്കുറിച്ചും അവൻ്റെ സ്വഭാവവിശേഷതകളെക്കുറിച്ചും പഠിക്കുകയായിരുന്നല്ലോ. 13 കാര്യങ്ങൾ നാം ഇയ്യോബിനെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമുക്ക് 14-ാമത്തെ പോയിൻറ്റിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവ് ഇയ്യോബിനോട് സംസാരിക്കുന്നു. അനന്തരം ഇയ്യോബ് 38-ന്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരമരുളി ചെയ്തതെന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഒരുവനാർ. നീ പുരുഷനെ പോലെ അര മുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിൻ്റെ അളവ് നിയമിച്ചവനാർ നീ അറിയുന്നുവോ? അല്ല, അതിന് അളവുനൂൽ പിടിച്ചവനാർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദേവപുത്രന്മാരെല്ലാം സന്തോഷിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? 38-39 അധ്യായങ്ങളിൽ ഇയ്യോബിനോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ദൈവം ചെയ്തതായിട്ടുള്ള ഈ ലോകത്തിലുള്ള മൃഗങ്ങളെക്കുറിച്ചും ദൈവം പറയുമ്പോൾ അതെത്ര അതിശയമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 40-17 മുതലുള്ള വാക്യത്തിൽ നമുക്ക് 15 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ നിന്നെപ്പോലെ ഉണ്ടാക്കിയിരിക്കുന്ന നദി ഹയമുണ്ടല്ലോ, അത് കാളയെപ്പോലെ പുല്ല് തിന്നുന്നു. അതിൻ്റെ ശക്തി അതിൻ്റെ കടിപ്രദേശത്തും അതിൻ്റെ ബലം വയറ്റിൻ്റെ മാംസപേശികളിലുമാകുന്നു. ദേവതാതുല്യമായ തൻ്റെ വാൽ അതാട്ടുന്നു. അതിൻ്റെ തുടയിലെ ഞരമ്പുകൾ കൂടി പിണഞ്ഞിരിക്കുന്നു. അതിൻ്റെ അസ്ഥികൾ ചെമ്പുകുഴൽ പോലെയും എല്ലുകൾ ഇരുമ്പഴി പോലെ ഇരിക്കുന്നു. അത് ദൈവത്തിൻ്റെ സൃഷ്ടികൾ പ്രധാനമുള്ളത്. അതുപോലെ നമുക്ക് 41-ന്റെ വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മഹാനക്രത്തെ ചൂണ്ടിലിട്ട് പിടിക്കാമോ? അതിൻ്റെ നാക്ക് കയറുകൊണ്ട് അമർത്താമോ? അതിൻ്റെ മൂക്കിൽ കയറ് കോർക്കാമോ? അതിൻ്റെ അണിയിൽ കൊളുത്ത് കടത്താമോ? അത് നിന്നോട് ഏറിയ യാചന കഴിക്കുമോ? സമാധാന വാക്ക് നിന്നോട് പറയുമോ? അതിനെ എന്നും ദാസനാക്കിക്കൊള്ളേണ്ടതിന് അത് നിന്നോട് ഉടമ്പടി ചെയ്യുമോ? പക്ഷിയോടെ എന്ന പോലെ നീ അതിനോട് കളിക്കാമോ? അതിനെ പിടിച്ച് നിൻ്റെ ബാലന്മാർക്കായി കെട്ടിയിടുമോ? മീൻ പിടിക്കൂറ്റക്കാർ അതിനെ കൊണ്ട് വ്യാപാരം ചെയ്യുമോ? അതിനെ കച്ചവടക്കാർക്ക് പകുത്തു വിൽക്കാമോ? നിനക്കതിൻ്റെ തൂലിൽ നിറച്ച അസ്ത്രവും തലയിൽ നിറച്ച ചാട്ടുളിയും തറയ്ക്കാമോ? അതിനെ ഒന്ന് തൊടുക, പോർ തിട്ടുമെന്നോർത്തുകൊള്ളുക. ദൈവം ഉണ്ടാക്കിയ മൃഗത്തെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും എല്ലാം ദൈവം പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 15-ാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ദൈവത്തിൻ്റെ മഹത്വം. ദൈവം കർത്താവ് സംസാരിക്കുന്നതെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ മഹത്വം ഇയ്യോബ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇയ്യോബ് പറയുകയാണ്, 42-ന്റെ 1-2 വാക്യത്തിൽ പറയുകയാണ്, അതിന് ഇയ്യോബ് യഹോവയുടെ ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരുവനാർ? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഗ്രഹിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. 16-ാമതായിട്ട് തന്നെത്താൻ താഴ്ത്തുന്ന ഇയ്യോബിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇയ്യോബ് പറയാണ്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴും എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദമിക്കുന്നു. തന്നെത്താൻ താഴ്ത്തുന്ന ഇയ്യോബിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് 1 പത്രോസ് 5-ന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. അതെ, നമ്മളെ തന്നെ താഴ്ത്തിയാൽ ദൈവം ഉയർത്തുന്ന ദൈവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇയ്യോബിനെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത്
പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദമിക്കുന്നു. 17-ാമത്തേതായിട്ട് കൂട്ടുകാരൻ്റെ മുമ്പിൽ ദൈവം ഇയ്യോബിനെ ഉയർത്തുന്നതായിട്ട് കാണുന്നു. താഴ്ന്നു, അവൻ പൊടിയോളം താണു, എന്നാൽ ദൈവം ഇയ്യോബിനെ ഉയർത്തുന്നതായിട്ട് കാണുന്നു. യഹോവ വചനങ്ങൾ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തോമാന്യനായ എലീഫാസിനോട് അരുളി ചെയ്ത്, നിന്നോട് നിൻ്റെ 2 സ്നേഹിതന്മാരോട് എനിക്ക് കോപം ചൊലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായിട്ട് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പിൻ. എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് അവൻ്റെ നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പാകെ ഇയ്യോബിനെ ഉയർത്തുന്നതായിട്ട് നോക്കാം. അവർ സംസാരിച്ചപ്പോഴെല്ലാം അവർ ഇയ്യോബിനെ കുറ്റം പറയുകയാണ് ചെയ്തത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ തെറ്റുകൊണ്ടാണ് ഇയ്യോബിന് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അവരോട് ദൈവം പറയുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായിട്ട് സംസാരിച്ചിട്ടില്ല. അവരുടെ ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന കർത്താവായിട്ട് ദൈവം ഇയ്യോബിനോട് കൂടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് 17-ാമതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 18-ാമതായിട്ട് ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 1-ാം അധ്യായത്തിലും പ്രാർത്ഥിക്കുന്ന ഇയ്യോബിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും 42-ാം അധ്യായത്തിലും പ്രാർത്ഥിക്കുന്ന ഇയ്യോബിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം പറയുന്നു നിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇയ്യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്കും മാറ്റം വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 19-ാമതായിട്ട് ഇയ്യോബിനെ ദൈവം അനുഗ്രഹിക്കുന്നു. എല്ലാം ഇരട്ടിയായിട്ട് കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇയ്യോബിനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. യഹോവ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെക്കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ചു അവനെ ആശ്വസിപ്പാൻ ഓരോരുത്തരും അവന് ഓരോ പൊന്നാണിയും ഓരോ പൊന്മോതിരവും കൊടുത്തു. അങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 6,000 ഒട്ടകവും. ആദ്യം 7,000 അതിപ്പോൾ അത് 14,000 3,000 6,000 അങ്ങനെ എല്ലാം അവന് ഇരട്ടിയായിട്ട് 1,000 ഏർക്കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി. അവന് എല്ലാം ഇരട്ടിയായിട്ട് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല 10 മക്കളെയും കൊടുത്തു. ആദ്യം അവന് 10 മക്കളുണ്ടായിരുന്നു, വീണ്ടും 10 മക്കളെയും അവന് കൊടുക്കുന്നതായിട്ട്, അങ്ങനെ എല്ലാം ഇരട്ടിയായിട്ട് അവന് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഇയ്യോബിൻ്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്ര ഇയ്യോബിനെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 20-ാമതായിട്ട് ദാവീദ് കാലസമ്പൂർണനായിട്ട് മരിക്കുന്നു. അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായിട്ട് മരിച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഇയ്യോബിനുണ്ടായിരുന്നു. അവൻ ഒത്തിരി കണ്ണുനീരിൽ കൂടെ കടന്നുപോയി. അവന് ഉണ്ടായിരുന്നത് മുഴുവനും നഷ്ടമായി. 10 മക്കളും മരിച്ചു. അതിനുശേഷം അവൻ്റെ ശരീരം മുഴുവനും വ്രണങ്ങളാൽ വിഷമിച്ചിട്ട് അവൻ ചിരട്ട കൊണ്ട് ചിരണ്ടിക്കൊണ്ടിരുന്നു. അവൻ്റെ ഭാര്യയും കൂട്ടുകാരും അവനെ അപമാനിച്ചു. എന്നാൽ അവൻ ദൈവത്തെ പിൻപറ്റി, യഹോവ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ ദൈവത്തെ കാണും. അത്ര പ്രത്യാശയോടുകൂടെ ഇയ്യോബ് ആ സമയങ്ങൾ കഴിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം ഇയ്യോബിനെ മുൻപിലത്തേക്കാൾ ഇരട്ടിയായിട്ടെല്ലാം കൊടുത്ത് അവനെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണാം. ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്മയോടുകൂടി ഇരുന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ മാത്രം ആശ്രയിപ്പാൻ, അവനിൽ മാത്രം വിശ്വസിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.